ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർമ്മക്കുറവിനെ പറ്റിയാണ്. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു ചിത്രമാണ് കിഷ്കിന്ധാകാന്ഡം. ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അപ്പുപിള്ള. അപ്പുപിള്ള ഓർമ്മക്കുറവിനെ ബാലൻസ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് നിർത്താനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. സിനിമ കാണാത്തവരും ഉണ്ടാകാം, കണ്ടവരും ഉണ്ടാകാം. സിനിമയുടെ സ്വഭാവത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ ആ ഒരു കഥാപാത്രത്തെ എടുത്ത് നോക്കുമ്പോൾ അപ്പുപിള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന കുറേ മാർഗ്ഗങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്രിസ്പായിട്ട് കുഞ്ഞു കുഞ്ഞു നോട്ട്സിൽ എഴുതി വെക്കുക എന്നുള്ളൊരു സ്വഭാവം. അത് ആ ഒരു കഥാപാത്രത്തിന് ഏറെ ഗുണം ചെയ്യുന്ന കാര്യമായിട്ട് തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ അദ്ദേഹം ഡോക്യുമെൻ്റ് ചെയ്യുന്നത് വളരെ സിംബോളിക്കായിട്ടാണ്. ഫോട്ടോസ്, പത്രക്കടലാസ്, അങ്ങനെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഞാനിതൊക്കെ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അതിനെ ഒരു സിനിമയായിട്ട് എടുത്താൽ പോരെ എന്ന്. ശരിയാണ്, സിനിമയാണെങ്കിൽ തന്നെയും അതിൽ യൂസ് ചെയ്തിട്ടുള്ള പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും റിയൽ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, പ്രത്യേകിച്ച് മെമ്മറി ലോസിൽ. അപ്പുപിള്ള അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സെൽഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടിയാണ്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ റൂമാണ് അദ്ദേഹം സെൽഫ് ഓപ്പറേറ്റിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലം. ഒന്ന് ചിന്തിച്ചാൽ ഇങ്ങനെയുള്ള മെമ്മറി ലോസൊക്കെ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിലാണ് നമ്മൾ പണ്ട് ഓർത്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? അതിനോടൊപ്പം തന്നെ ഒരു ചിട്ട കൊണ്ടുവന്ന് നമ്മളെ തന്നെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യണം എന്ന തോന്നൽ തന്നെ അപ്പോഴാണ് ഉണ്ടാകാറ്. പക്ഷേ ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്താലോ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും പ്രൂവ്ഡ് ആയിട്ടുമുള്ള മെത്തേഡുകളാണ് ടു ഡു ലിസ്റ്റും ജേർണലിങ്ങും ഒക്കെ. നമ്മൾ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ ഈ ടു ഡു ലിസ്റ്റ് ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്. പുറമേ നിന്നൊരാൾ നമുക്ക് സാലറിയൊക്കെ ഓഫർ ചെയ്ത് ഒരു ലിസ്റ്റ് കയ്യിൽ തന്നിട്ട് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? അവിടെ നമ്മുടെ മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്ന സാലറിയാണ്. അതുകൊണ്ട് തന്നെ സാലറി കിട്ടാത്ത അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഇല്ലാത്തടത്ത് നമ്മളത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് പ്രൊഡക്റ്റീവ് ആണെന്നും നമ്മുടെ മെമ്മറിയെ ഹെൽപ്പ് ചെയ്യും എന്നറിഞ്ഞിട്ട് പോലും നമ്മളത് ചെയ്യാത്തത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നത്, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് നോട്ട്സൊക്കെ എഴുതി വെക്കുന്നത്, അതുപോലെ ടു ഡു ലിസ്റ്റ് എഴുതുന്നത്, ജേർണലിംഗ് എഴുതുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എഫക്റ്റീവ് ആണെന്നും നമ്മുടെ മെമ്മറിയെ നറിഷ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാത്തതിന് കാരണം ഇങ്ങനെയൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാൽ നമുക്ക് ഓർമ്മയൊക്കെ കുറഞ്ഞു പോകുന്നു, നമ്മളെ അത് ബാധിക്കുന്നു എന്നൊക്കെ കണ്ടാൽ നമുക്കത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇവിടെ നമ്മുടെ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഇൻസെക്യൂരിറ്റിയും പേടിയും ഒക്കെയാണ്. എന്താ നേരത്തെ പറഞ്ഞ പോലെ സാലറി ഓഫർ ചെയ്ത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ സാലറി ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനഫിറ്റിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളിതിൽ സക്സസ് ആയി എന്ന് പറയാം. നമ്മുടെ ലൈഫിൽ നല്ല ശീലങ്ങൾ ഭാഗമാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കും. പക്ഷേ അത് ലോങ് റണ്ണിൽ നമ്മൾ കൊണ്ടുപോകുമ്പോഴായിരിക്കും നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമ കണ്ടിട്ട് അതുപോലെ കോപ്പി ചെയ്യണം, അനുകരിക്കണം എന്നൊന്നുമല്ല. സിനിമ കണ്ടിട്ടുള്ളതും ഇനി കാണാനിരിക്കുന്നതുമായിട്ടുള്ള കുറേ പേർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും അപ്പുപിള്ള. സോ ആ ഒരു കഥാപാത്രം മെമ്മറി ലോസിനെ അതിജീവിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ടൂള് റിയൽ ലൈഫിലും നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണണം എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ കേട്ട് കേൾവി ഉള്ളതും എന്നാൽ പരീക്ഷിച്ച് നോക്കാൻ മടിച്ചിരിക്കുന്നതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവയായിരിക്കും. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന ദിവസവും എഴുതാത്ത ദിവസവും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് എന്നെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ടു ഡു ലിസ്റ്റിങ്ങും ജേർണലിങ്ങും ഒക്കെ. നമ്മൾ മനസ്സിലെ പല കാര്യങ്ങളും ചിന്തിക്കുകയും പ്ലാൻ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ എഴുതുമ്പോൾ. എഴുതുന്ന സമയം നമ്മൾ മനസ്സിൽ ആലോചിച്ചതിനേക്കാളും ക്ലാരിറ്റിയിലായിരിക്കും നമ്മളത് നോട്ട്ബുക്കിലേക്ക് പകർത്തുക. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നോ എന്ന് പോലും നമുക്ക് തോന്നാം. അതുപോലെ നമ്മുടെ പല ലക്ഷ്യങ്ങളുടെയും ഡ്രീംസിൻ്റെയും ഒക്കെ എവിഡൻ്റ് ആയിരിക്കും നമ്മുടെ ടു ഡു ലിസ്റ്റും ജേർണലിങ്ങും ഒക്കെ. പലപ്പോഴും നമ്മൾ എന്തായിരുന്നു, ഇനി എന്താവാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടി ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിലെല്ലാം ഉപരി നമ്മുടെ ലൈഫിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് കെട്ടഴിച്ച് വിടാനും കൂടിയുള്ള സ്പേസാണിത്. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനും അതുപോലെ ആങ്സൈറ്റിയൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ചെയ്യുമ്പം ലളിതമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമുക്കൊന്ന് പ്രൊഡക്റ്റീവായിട്ടിരിക്കാനും ക്രിയേറ്റീവായിട്ടിരിക്കാനും ഉള്ളൊരു സ്പേസ് കൂടി ആക്കി തീർക്കുക ഇങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതുന്നതും ജേർണലിംഗ് എഴുതുന്നതും ഒക്കെ.
എഴുതുന്ന കാര്യങ്ങളെ വളരെ ക്രിസ്പായിട്ട് എഴുതുകയും കുറച്ചൊക്കെ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യും. അതായത് പിക്ചേഴ്സും ഇമേജസും ഒക്കെ യൂസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് ഒക്കെ വരച്ച് അതിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് വെച്ചിരുന്നാൽ നമുക്കിതിലുള്ള ഇൻട്രസ്റ്റും കൂടും. പിന്നെ ഓരോ ടാസ്കിനെയും ഗോൾസിനെയൊക്കെ നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് മാറ്റി എഴുതാം. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെൻ്റൽ ഹൈജീൻ, അതായത് നമ്മുടെ കൃത്യത, ഓർഗനൈസിങ് സ്കിൽ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിലെല്ലാം ഉപരി നമ്മുടെ മെമ്മറി ഷാർപ്പായിട്ട് നിലനിർത്താം. ഇങ്ങനെ സെൽഫ് ഓപ്പറേറ്റിംഗ് വഴി നമുക്ക് ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ കൂടി ഈ മെത്തേഡ്സൊക്കെ ഒന്ന് യൂസ് ചെയ്യുക, ഒന്ന് റീതിങ്ക് ചെയ്യുക ലൈഫിനെ പറ്റി. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക.